ഒരാൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിവേചനമോ ഏതെങ്കിലും തരത്തിലുള്ള അബ്യൂസോ അടിച്ചമർത്തലുകളോ നേരിടേണ്ടി വരുന്നു. ദുരനുഭവം നേരിടേണ്ടി വരുന്ന ആളുടെ അവസ്ഥ നമുക്ക് മനസ്സിലാകും. എന്നാൽ അധികാര പ്രയോഗം കാണിക്കുന്ന ആളുടെ മാനസികാവസ്ഥ എന്താണ്? എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്? ഇവരെ തിരുത്താൻ സാധിക്കുമോ? അബ്യൂസ് എന്നാൽ കൺട്രോൾ പ്ലസ് പവറാണ്. എതിരെ നിൽക്കുന്ന ആളേക്കാൾ പവർഫുൾ താനാണ് എന്ന ചിന്തയാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികളിലേക്ക് നയിക്കുന്നത്. ഈ അവസ്ഥയുമായി ബന്ധപ്പെട്ട് പ്രധാനമായും 5 കാര്യങ്ങൾ ശ്രദ്ധിക്കാം. 1. ലേൺഡ് ബിഹേവിയർ. പലരും രക്ഷിതാക്കളിൽ നിന്നോ ചെറുപ്പം മുതലേ അടുത്തിടപഴകിയ ആൾക്കാരിൽ നിന്നോ അബ്യൂസീവ് ബിഹേവിയർ പാസീവായിട്ട് കണ്ടുപഠിക്കാറുണ്ട്. 2. അബ്യൂസ് ഒരു ചോയ്സ് ആണ്. അബ്യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അതിനായി നിരവധി കാരണങ്ങൾ ഉണ്ടാകാം, എന്നാൽ അവയൊന്നും അതിന് ന്യായീകരണമാകുന്നില്ല. 3. സബ്സ്റ്റൻസ് അബ്യൂസ്. ലഹരി ഉപയോഗം അബ്യൂസിലേക്ക് നയിക്കില്ല, പക്ഷേ ഒരു അബ്യൂസർ ലഹരി ഉപയോഗിക്കുമ്പോൾ അത് വളരെ ഡേഞ്ചറസ് ആകും. 4. സാമൂഹികപരമായ കാരണങ്ങളും ഒരാളുടെ സ്വഭാവ രൂപീകരണത്തിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, ഇക്വാലിറ്റി പ്രധാനമാണെന്ന് കരുതാത്ത ഇടങ്ങളിൽ, കൺട്രോളിംഗ് ബിഹേവിയർ നോർമലായി കാണുന്ന സ്ഥലങ്ങൾ തുടങ്ങിയ സോഷ്യൽ സ്പേസുകൾ അബ്യൂസ് ഉണ്ടാകാൻ കൂടുതൽ അനുകൂല സാഹചര്യങ്ങൾ ഒരുക്കുന്നു. 5. തലമുറകളായി കൈമാറാൻ ഏറ്റവും സാധ്യതയുള്ള ഈ പ്രവണതയെ തിരിച്ചറിഞ്ഞ് ഈ സൈക്കിൾ ബ്രേക്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. കുട്ടിക്കാലത്ത് തന്നെ ഇത്തരം സ്വഭാവമുള്ളവരെ തിരിച്ചറിഞ്ഞ് ആവശ്യമായ ചികിത്സ നൽകാം. എന്നാൽ ചികിത്സിച്ചു മാറ്റാവുന്നവരാണ് എന്ന കാരണത്താൽ ഇത്തരക്കാരെ സഹിച്ചു നിൽക്കേണ്ട കാര്യവുമില്ല. അബ്യൂസറിന്റെ പരിപൂർണ സഹകരണത്തോടുകൂടി മാത്രമേ ഇത്തരം പരിവർത്തനങ്ങൾ സാധ്യമാവുകയുള്ളൂ.